നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണുകളിൽ നമ്മളറിയാത്ത പല രഹസ്യ കോഡുകളുമുണ്ട്. ഉദാഹരണത്തിന് സ്റ്റാർ, ഹാഷ് തുടങ്ങിയ ചില നമ്പറുകൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ചില രഹസ്യ സെറ്റിങ്സുകൾ നമുക്ക് ഓപ്പണായി കിട്ടും. അതുപോലെ തന്നെ ചില രഹസ്യ ഓപ്ഷനുകൾ നമുക്ക് കാണാനും സാധിക്കും. ഇതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പ്രതിപാദിച്ചതാണ്. പക്ഷേ എല്ലാ രഹസ്യ കോഡുകളും ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ചെയ്യുക എന്ന് പറയുന്നത് നടക്കുന്ന കേസല്ല. അതുമാത്രമല്ല, ഞാനിപ്പോൾ സാംസങ്ങിൻ്റെ രഹസ്യ കോഡാണ് ഇവിടെ കാണിക്കുന്നതെങ്കിൽ അത് റിയൽമി, റെഡ്മി, ഓപ്പോ, വിവോ പോലുള്ള ഫോണുകളിൽ വർക്കാകുകയുമില്ല. അപ്പോൾ എല്ലാ മൊബൈലിലും, അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഏതാണോ അതിലൊക്കെ വർക്കാകുന്ന തരത്തിലുള്ള രഹസ്യ കോഡുകൾ ഉൾപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതിൽ നിങ്ങളുടെ മോഡൽ ഏതാണോ ആ ഒരു മോഡലിന് അനുയോജ്യമായ രഹസ്യ കോഡുകളും അത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന ഡീറ്റെയിൽസും നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും. പിന്നെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ സാംസങ്ങിൻ്റെ ഒരു രഹസ്യ കോഡ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ അത് എല്ലാ സാംസങ്ങിലും വർക്കായിക്കൊള്ളണം എന്നില്ല. കാരണം ഓരോ മോഡൽ മൊബൈലിലും വ്യത്യാസമായിരിക്കും. അപ്പോൾ ആ ഒരു മോഡലിൽ അത് കൃത്യമായിട്ട് വർക്കാകുന്നുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഏതാണ് ആ ആപ്ലിക്കേഷൻ, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുമാത്രമല്ല, ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും നിങ്ങൾക്ക് ലഭിക്കും. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക. കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. പക്ഷേ ഇവിടെ പർച്ചേസ് ചെയ്യാൻ കാണിക്കുന്നുണ്ട്. ആഡ്സുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പർച്ചേസ് ചെയ്യാൻ കാണിക്കുന്നത്. ആഡ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇത് പർച്ചേസ് ഒന്നും ചെയ്യേണ്ട. നമുക്ക് ഈ കാണുന്നതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഒന്നും നിങ്ങൾ തുറക്കണ്ട. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നോട്ടിഫിക്കേഷൻ ബാർ താഴ്ത്തിയിട്ട് വൈഫൈയും മൊബൈൽ ഡാറ്റയും ഓഫ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ എന്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും പരസ്യങ്ങൾ വരില്ല. ഓക്കെ, ആദ്യമായിട്ട് ചെയ്യേണ്ടത് അതാണ്. അതിനുശേഷം ഇവിടെ 3 ഓപ്ഷനുകളുണ്ട്. ഇവിടെ കാണിക്കുന്നത് ആദ്യത്തെ ഓപ്ഷൻ സീക്രട്ട് കോഡ്, രണ്ടാമത്തെ മൊബൈൽ ടിപ്സ്. മൊബൈൽ ടിപ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ മൊബൈൽ സംബന്ധമായിട്ടുള്ള എല്ലാ ടിപ്സുകളും ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാൻ സാധിക്കും. എല്ലാം ഇംഗ്ലീഷിലാണ്. ഇംഗ്ലീഷ് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഓരോന്നും ഓപ്പൺ ചെയ്തിട്ട് എന്തിനൊക്കെയുള്ള ടിപ്സുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ആൻഡ്രോയിഡ് ട്രിക്സ് എന്ന ഭാഗത്ത് ട്രിക്സ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ വ്യത്യസ്തമായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഓരോന്നും ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാം. അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ട്രാൻസ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഇനി നമുക്ക് ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ സീക്രട്ട് കോഡ് എന്ന ആ ഒരു ഭാഗം നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ മോഡൽ മൊബൈൽ നമുക്ക് കാണാൻ സാധിക്കും. സാംസങ്ങും നോക്കിയയും ഓപ്പോവും എല്ലാം ഇവിടെ ഉണ്ട്. നിങ്ങളുടെ മോഡൽ ഏതാണ് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, അത് സംബന്ധമായിട്ടുള്ള എല്ലാ കോഡുകളും നിങ്ങൾക്ക് അതിൽ ലഭിക്കും. ഞാനിപ്പോൾ സാംസങ് ആണ് ഉപയോഗിക്കുന്നത്. സാംസങ്ങിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തു. സാംസങ്ങിന് ഷൂട്ടായിട്ടുള്ള എല്ലാ സീക്രട്ട് കോഡുകളും ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്. ഓരോന്നും എന്തിനാണ് ഉപയോഗിക്കേണ്ടത് അതൊക്കെ കൃത്യമായിട്ട് ഇവിടെ കാണിക്കുന്നുമുണ്ട്. ഓക്കെ, ഇഷ്ടം പോലെ നമുക്കിതൊന്നും ഓർത്ത് വെക്കാനേ കഴിയില്ല. എവിടെയെങ്കിലും എഴുതി വെക്കേണ്ടി വരും. അതിനാണ് ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഇപ്പോൾ നമുക്കൊരു കോഡ് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. ഇവിടെ സ്റ്റാർ ഹാഷ് 1234 ഹാഷ് എന്ന് കാണിക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ഇവിടെ ഡയൽ പാഡ് ഓപ്പൺ ചെയ്തിട്ട് സ്റ്റാർ ഹാഷ് 1234 ഹാഷ് ടൈപ്പ് ചെയ്ത ഉടനെ തന്നെ അത് കൃത്യമായിട്ട് വർക്കാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓരോ കോഡുകളും എന്തിനുള്ളതാണ് അതൊക്കെ മനസ്സിലാക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ഡയൽ പാഡിൽ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് വേറെ ഏതെങ്കിലും മൊബൈലിൽ ഒന്ന് ചെക്ക് ചെയ്യാം. ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ കുറേ മൊബൈലുണ്ട്. ഇവിടെ ഹുവായി ഒന്ന് ചെക്ക് ചെയ്യാണ്. ഹുവായി സംബന്ധമായിട്ടുള്ള എല്ലാ സീക്രട്ട് കോഡുകളും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓരോന്നും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇനി വിവോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഷൂട്ടായിട്ടുള്ള എല്ലാ സീക്രട്ട് കോഡുകളും ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങളുടെ മൊബൈൽ ഏതാണോ അതിനനുയോജ്യമായിട്ടുള്ള കോഡുകൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, കൃത്യമായിട്ട് വർക്കാകുന്നുണ്ടോ ഇല്ലേ എന്ന്. എന്നിട്ട് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.